ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്പൈസ് പ്ലൻസ് ബൈ ശാലിനി. ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ബൗളിലിരിക്കുന്ന എന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതെല്ലാവരും ആദ്യം ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്തായാലും ഇത് നിങ്ങൾ പെട്ടെന്ന് നോക്കുമ്പോൾ എന്താ അതിന് പറയണേ, ഒരു ഷെസ്വാൻ ചിക്കൻ ഫ്രൈഡ് റൈസെന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് തോന്നണം, അല്ലെങ്കിൽ ഇടിഞ്ചക്ക തോരൻ എന്നൊക്കെ ആയിരിക്കും തോന്നണേ. പക്ഷെ അതൊന്നല്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കാണിച്ചു തരാം തന്നെ സംഭവം എന്ന്. ഇതൊരു വലിയ സവോളയാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്, നൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഞാനിങ്ങനെ ഇത് ഈ മോൾഡിനകത്ത് ഇങ്ങനെ എടുത്ത് വെച്ചേക്കാറാണ് പതിവ്. നമുക്ക് എളുപ്പമുണ്ടല്ലോ പെട്ടെന്ന് ചെയ്യാൻ. അപ്പോൾ ഒരു ചീനച്ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്തിരി കറിവേപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇതെന്താ സാധനം നിങ്ങളൊന്ന് ഈ വീഡിയോ ഫുൾ കണ്ടാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ആ സവോള അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയും കൂടി ഇതിനകത്തേക്ക് ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സാധാരണ ഞാൻ എൻ്റെ കുക്കിങ്ങിൽ എണ്ണയൊക്കെ വളരെ കുറച്ചാട്ടോ ഉപയോഗിക്കണേ, അതുകൊണ്ട് ഇത്തിരി എണ്ണയെ ഉപയോഗിക്കാറുള്ളൂ. അതുകൊണ്ട് ആദ്യം ഒന്ന് സവോള ഒന്ന് വഴറ്റിയിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ടാണ് ഞാൻ എണ്ണ ഒഴിക്കാറ്. കാരണം എന്ന് വെച്ചാൽ അത്രയും കുറച്ച് നമ്മൾ എണ്ണ യൂസ് ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി ഇതിലേക്ക് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഈ സവോളയുടെ ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രമേ നമ്മൾ ഇടാവുള്ളൂ. വേറെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാനുണ്ട് പല സാധനങ്ങളും, പക്ഷേ നമ്മൾ ഇതിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാവുള്ളൂ. ഇനി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ട് വെക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ഐറ്റമാണെന്നുള്ളത് ഉറപ്പാണ്, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമായിരിക്കും. ഇത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2 എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഒരെണ്ണം വേറൊരു ആവശ്യത്തിന് മാറ്റി. ഇതിപ്പോൾ ഈ ഒരെണ്ണം മതി ശരിക്കും പറഞ്ഞൊരു 1-1.5 ടീസ്പൂൺ പേസ്റ്റ് ഉണ്ടാവും അത്, ആ ഒരു മോൾഡ് എന്ന് പറയണത്. പിന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആവണം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് നന്നായിട്ട് വേവണം. ഇനി കണ്ട ഇടയ്ക്കിടയ്ക്കാണ് ഞാൻ ഇത്തിരി എണ്ണ ഒഴിച്ച് കൊടുക്കുന്നത്. ഇത്തിരി എണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, പാത്രത്തിലൊക്കെ ഒന്ന് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായി മിക്സ് ചെയ്യുക. ഇത് സവോള നന്നായിട്ട് വഴന്ന് വരണം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു തക്കാളിയാണ്, ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വെച്ചതാണ്. അതിൻ്റെ കൂടെ 2 പച്ചമുളകും കൂടി ഉണ്ട് കേട്ടോ. അത്യാവശ്യം എരിവുള്ളൊരു 2 പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. പിന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ ശരിക്കും അത് അധികം ചേർക്കാതിരിക്കാൻ നല്ലത്. പിന്നെ ഞാൻ 1 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുവാണെങ്കിൽ 1.5 ടീസ്പൂണൊക്കെ ചേർക്കാം. ഇത് ഞാൻ വീട്ടിൽ പൊടിച്ചെടുത്തതായതുകൊണ്ട് നല്ല ഫ്ലേവറാണ്, അതുകൊണ്ട് 1 ടീസ്പൂൺ ചേർത്തിട്ടുള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വരണം. ഇത് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ചിക്കൻ, ബോൺലെസ് ചിക്കനാണ്, അത് വേവിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി എല്ലാം കൂടി ഇട്ട് വേവിച്ചിട്ട് എടുത്ത് വെച്ചതാണ് കേട്ടോ. അതൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാൻ മിക്സിയിലിട്ട് അടിക്കാറില്ല, ഞാൻ ഇതുപോലെ പൊട്ടറ്റോ സ്മാഷർ വെച്ച് എടുക്കാറേ ഉള്ളൂ. അതിനാകുമ്പോൾ കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മുടെ വെന്ത സവോളയിലേക്ക് തക്കാളിയിലേക്ക് കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് നമുക്കൊന്ന് അടച്ചു വെക്കണം. ഒന്ന് വെന്ത് വരണം. വേവാനില്ല, എല്ലാം വെന്തതാണ്, എന്നാലും ആ മസാലയൊക്കെ ആയിട്ടൊന്ന് ചിക്കനിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അതുകൊണ്ടാണ് ഉപ്പ് സവോളയിലുള്ളത് മാത്രമേ ഇടാവുള്ളൂ എന്ന് പറയാൻ കാരണം, ഇതിനകത്ത് ചിക്കനിൽ നമ്മൾ ഉപ്പിട്ട് ചേർത്തിട്ടാണ് നമ്മൾ വേവിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നന്നായിട്ടൊന്ന് 1-2 പ്രാവശ്യം ഒന്ന് അടച്ചു വെച്ച് നമുക്കതൊന്ന് ആവി കയറ്റി എടുക്കണം. ഇനി ഇതിലേക്കൊരു സാധനം ചേർക്കാനുണ്ട് കേട്ടോ. നമ്മൾ ക്രഷ്ഡ് ചില്ലിയാണ് ചേർക്കുന്നത്. അത്യാവശ്യം എരിവ് വേണം. പിന്നെ അതുകൂടാതെ ഒരു ഭംഗിയും കൂടെയാണ് അത് ആ ക്രഷ്ഡ് ചില്ലി കിടക്കുന്നത് കാണാൻ. പിന്നെ ഇതാണ് അതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ തീയലിനൊക്കെ വറുത്ത് വയ്ക്കുന്ന തേങ്ങയില്ലേ, തേങ്ങ വറുത്ത് വെച്ചത് മല്ലിപ്പൊടിയും മുളക് പൊടിയും എല്ലാം ഒഴിച്ച് ചേർത്ത് തേങ്ങ വറുത്ത് പൊടിച്ചെടുത്തു. അതൊരു തോരൻ്റെ രീതിക്ക് ഞാനതൊന്ന് പൊടിച്ചെടുത്തു. ഇത് സാധാരണ ഞാൻ ഈ തീയലിന് പൊടിക്കൊക്കെ വേണ്ടിയിട്ട് കടലയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഞാനിത് സിപ്ലോക്കിനകത്താക്കി വെച്ചിരിക്കുകയാണ്. ഒരു 4-5 തേങ്ങയൊക്കെ വറുത്ത് എടുത്ത് വെച്ചേക്കും. അപ്പോൾ അതിൽ നിന്നൊരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. അതൊന്ന് നമ്മൾ പൊടിച്ച് ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണിത്. ചിക്കൻ തോരനാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ മനസ്സിലായില്ലേ, ഇത് ഇടിഞ്ചക്കയല്ല, ഷെസ്വാൻ ചിക്കനോ ഫ്രൈഡ് റൈസോ ഇതൊന്നുമല്ല. ഇത് സാധാ ചിക്കൻ തോരനാണ്. നല്ല അടിപൊളി ചിക്കൻ തോരനാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസൊക്കെ ഒന്ന് അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.